എന്തുകൊണ്ടാണ് ഒരു സ്വയം തൊഴിൽ തുടങ്ങണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലോകപ്രശസ്ത ടെക് കമ്പനിയായ സാംസങ് ആയിരക്കണക്കിന് തൊഴിലാളികളെയാണ് പിരിച്ചുവിടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂട്ടപ്പിരിച്ചുവിടൽ. ഈ രാജ്യങ്ങളിലെ 10% ജീവനക്കാരെയാകും കമ്പനി ഒഴിവാക്കുന്നത്. നേരത്തെ തന്നെ സാംസങ് പിരിച്ചുവിടലിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആഗോളതലത്തിൽ ഏകദേശം 1,47,000 ജീവനക്കാർ സാംസങ്ങിനുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ദക്ഷിണ കൊറിയൻ മാർക്കറ്റിൽ പിരിച്ചുവിടൽ നടത്താൻ സാംസങ്ങിന് ഉദ്ദേശമില്ലെന്നാണ് സൂചന. നേരത്തെ ഇന്ത്യയിലും ലാറ്റിൻ അമേരിക്കയിലും 10% ജീവനക്കാരെ സാംസങ് ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പിരിച്ചുവിടലിനും കമ്പനി ഒരുങ്ങുന്നത്. അതേസമയം ടെക് കമ്പനികളിലെ കൂട്ടപ്പിരിച്ചുവിടൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിലും തുടരുകയാണ്. അമേരിക്കൻ ടെക് ഭീമനായ IBM വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഗെയിമിംഗ് വിഭാഗത്തിൽ നിന്ന് മാത്രം 650-ലേറെ പേരെയാണ് അടുത്ത കാലത്തായി പിരിച്ചുവിട്ടത്. നഷ്ടം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടങ്ങളിലെ പിരിച്ചുവിടൽ. ഈ വർഷം ഇതുവരെ 511 കമ്പനികൾ 1,39,000 പേരെ പിരിച്ചുവിട്ടെന്നാണ് കണക്കുകൾ. ഈ ഒരു സമയത്താണ് സ്വയം തൊഴിലിന്റെ പ്രാധാന്യം ഏറുന്നത്. മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കാതെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ല വരുമാന മാർഗത്തിലേക്ക് എത്താൻ സാധിക്കും. സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്രാ ലോണിന്റെ വായ്പാ പരിധി വരെ ഉയർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിരവധി ആളുകൾക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തുമെന്നാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. മുദ്രയുടെ തരുൺ വിഭാഗത്തിലാണ് ഈ തുക ലഭിക്കുക. നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക. യുവാക്കളിൽ സ്വാശ്രയത്വം, സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2015-ൽ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. പൊതുമേഖലാ ബാങ്കുകൾ, പ്രാദേശിക റൂറൽ ബാങ്കുകൾ, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മുദ്രാ ലോൺ ലഭിക്കും. വിവിധ ബാങ്കുകളിൽ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഈടാക്കുന്നത്.